നിരാശപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിൽ കാനഡയിലെ വിദ്യാർത്ഥികൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. പഠനത്തോടൊപ്പം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന നിയമങ്ങളിൽ വരുത്തിയ സുപ്രധാന മാറ്റമാണ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്നത്. പുതിയ മാറ്റമനുസരിച്ച് 24 മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ അനുമതി ലഭിച്ചത്. ഇത് നേരത്തെ 20 മണിക്കൂർ വരെയായിരുന്നു. അതേസമയം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പഠന പ്രോഗ്രാമുകളിൽ ചേർന്നവർക്കും ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യാൻ അനുമതിയില്ലാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. അല്ലാത്ത വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ സമ്പാദിക്കാം. സ്വന്തം ജീവിത പഠന ചെലവുകൾക്ക് തുക കണ്ടെത്താൻ കഴിയുന്നത് എത്രത്തോളം ആശ്വാസം പകരുമെന്ന് പറയാൻ വയ്യ. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉറപ്പാക്കുന്നതിനൊപ്പം വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ നേരിടാൻ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമയപരിധി വർധനവ് നടപ്പിലാക്കിയത്. 2024 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത് കാനഡയിലാണ്. 4,27,000 വിദ്യാർത്ഥികളാണ് കാനഡയിലുള്ളത്. അനുമതിയുള്ളവർക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ വരെയും പഠന സെഷനുകൾക്കിടയിലുള്ള അവധി ദിവസങ്ങളിൽ പൂർണ്ണ സമയവുമാണ് ജോലി ചെയ്യാൻ അനുവാദം. എന്നാൽ ഇതിന് പ്രത്യേക വർക്ക് പെർമിറ്റ് ഒന്നും ആവശ്യമില്ല. അക്കാദമിക് അവധിക്കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. ഇതിന് പ്രത്യേക വർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല. ക്യാമ്പസിനുള്ളിലെ ജോലികൾക്ക് പ്രത്യേക നിയമങ്ങളും കാനഡ കൊണ്ടുവന്നു. പോസ്റ്റ് സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പൂർണ്ണസമയ ജോലി ചെയ്യാൻ നിയമം അനുവദിക്കുന്നു. അവധി ദിവസങ്ങളിൽ പൂർണ്ണസമയ ജോലി ചെയ്യാമെങ്കിലും സാധാരണ ക്ലാസുകളുള്ള സമയങ്ങളിൽ ആഴ്ചയിൽ 24 മണിക്കൂറിൽ കൂടുതൽ ജോലിയെടുക്കാൻ സാധിക്കില്ല. കാനഡയുടെ ഈ പുതിയ തീരുമാനങ്ങൾ വിദേശ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. സാധുവായ സ്റ്റഡി പെർമിറ്റുള്ള ഒരു അംഗീകൃത പഠന സ്ഥാപനത്തിൽ ഫുൾ ടൈം വിദ്യാർത്ഥിയായി പഠിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. 6 മാസത്തിൽ കുറയാതെ ഒരു ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിരിക്കുകയും വേണം. പഠനാനുമതിയുടെ വ്യവസ്ഥകൾ ലംഘിച്ച് 24 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്തുന്നതിനും ഭാവിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള യോഗ്യതയെ ബാധിക്കും. അതിനാൽ ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ പെർമിറ്റിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കണം. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.